ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള സൂറത്തുൽ മക്കാമിലാണ് കേട്ടോ. എൻ്റെ വീട് നിങ്ങൾക്കറിയാമല്ലോ, വെളിയങ്കോടാണ്. വെളിയങ്കോട് സൂറത്തുൽ മക്കാമിനടുത്താണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടത്, അതിനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ മുഹറം 10 അന്നദാന ചടങ്ങ് നടക്കുകയാണ്. കണ്ടോ, ജനങ്ങളെല്ലാം വരിയായിട്ട് നിൽക്കുന്നത്. ഞാനിവിടെ നെയ്ച്ചോറുണ്ടാക്കുന്ന സ്ഥലത്താണ് കേട്ടോ. വീഡിയോ എല്ലാം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊരു ലൈവ് വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്നും കാണാൻ മറക്കല്ലേ. ഞാനിവിടെ വന്നപ്പോൾ ഇതാ നെയ്ച്ചോറൊക്കെ 2-3 ട്രിപ്പ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. 12 മണിക്ക് തുടങ്ങിയതാണ് ഈ അന്നദാന ചടങ്ങ്. ഇപ്പോൾ വീണ്ടും ചെമ്പുകളൊക്കെ കയറ്റി വെച്ചിട്ട് വീണ്ടും ഇവർ നെയ്ച്ചോറുണ്ടാക്കുകയാണ്. അതിവിടെ നോക്കാനായിട്ട് ഒരുപാട് ആളുകളും ഉണ്ട് കേട്ടോ. ജനങ്ങളൊക്കെ വരിയായി നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിലാണെങ്കിൽ കവറുകളുമുണ്ട്. ഈ കവറിലെല്ലാം അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരണിയാണ്. അപ്പോൾ ഒരു ചെമ്പ് നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് മറിച്ചതിന് ശേഷം ഇത് അവിടേക്ക് നീക്കി വെക്കും. അവിടെ ചെമ്പുകൾ കാലിയാവുന്നതനുസരിച്ചിട്ട് ഇതങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് ഇതവിടെ വിതരണം ചെയ്യും. വീണ്ടും ഇവിടെ നെയ്ച്ചോറൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചെമ്പിലും അരിയൊക്കെ കഴുകി കൊടുന്ന് ഇടുന്നുമുണ്ട്. ഇതിനനുസരിച്ച് കഴിയുമ്പോൾ അതിനനുസരിച്ച് അവർ വീണ്ടും നല്ല വൃത്തിയിലാണ് കേട്ടോ വെക്കുന്നതെല്ലാം. ഞാനിതെല്ലാം വീഡിയോയിൽ പകർത്തിയെടുത്തു. മുഹറം 10 വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ നിന്ന് നമുക്ക് പത്തിരി, പൊറോട്ട, ചപ്പാത്തി, ഉണ്ണിയപ്പം, നെയ്യപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയാത്തവർക്ക് കടയിൽ നിന്നും പഴങ്ങൾ വാങ്ങാം. അതും നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. ഈ വരുന്നത് പാലപ്പെട്ടിയിൽ നിന്നുള്ള പത്തിരിയും പൊറാട്ടയും കൊണ്ടുവരുന്നൊരു ചടങ്ങാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ദഫ്മുട്ട് കളിയും എല്ലാം വരും. ഇങ്ങനെയാണ് പാലപ്പെട്ടിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നുമെല്ലാം നമ്മുടെ ഈ സൂറത്ത് മക്കാമിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുവരുന്നത്. സൂറത്ത് മക്കാമിനടുത്തെത്തിയപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ദഫ്മുട്ടിൻ്റെ കുട്ടികളെല്ലാം വന്നത്. ഇവിടെ എത്തി മഴയെല്ലാം മാറിയതിന് ശേഷം ഇവിടെ ഇവർ ദഫ്മുട്ട് കളിക്കാൻ തുടങ്ങി. ഇവരുടെ ഭക്ഷണം കൊടുന്ന വണ്ടി അവിടെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഭക്ഷണം കൈമാറ്റം നടക്കുകയാണ്. അവർ കൊണ്ടുവന്ന പലഹാരങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയ ചോറും ഇവിടെ അവർക്ക് വിതരണം ചെയ്യും. അവർ അതുമായിട്ട് പോവും. അതാണ് ഇവിടുത്തെ ഈ ചടങ്ങ്. എനിക്ക് കിട്ടിയ നെയ്ച്ചോറുമായി ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷവുമായി വീണ്ടും കാണാം.